ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പവിത്രത്തിൽ നമ്മുടെ വേദയ്ക്ക് വിക്രം എന്ന് വെച്ചാൽ ജീവൻ തന്നെയാണ് കേട്ടോ. വിക്രത്തിനൊരു ആപത്ത് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദയ്ക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. കാരണം തന്നെ ഇപ്പോൾ ശ്രീനാഥ് ഒരിക്കൽ കുരുക്കിൽ നമ്മുടെ വിക്രം വന്ന് പെട്ട കാര്യമൊക്കെ നമ്മുടെ വേദയ്ക്ക് മനസ്സിലായി. വേദ ഉടനെ തന്നെ അതിനുള്ളൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. പോലീസുകാർ വന്ന് നമ്മുടെ വിക്രത്തിനെ പിടിച്ചുകൊണ്ട് പോയാൽ കഥ തന്നെ മാറും. ഇത് ചെയ്യാത്ത തെറ്റ് നമ്മുടെ വിക്രത്തിൻ്റെ തലയിൽ വരും എന്നുള്ള കാര്യം വേദയ്ക്ക് അറിയാം കേട്ടോ. അപ്പോൾ പോലീസ് കസ്റ്റഡിയിലാവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വിക്രത്തിനെ അവിടെ നിന്ന് രക്ഷിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ നമ്മുടെ വേദ എടുക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ വേദ വിക്രത്തിനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി അവിടെ അടിപിടിയൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വിക്രത്തിന് ചെറിയ പരിക്കുകളൊക്കെ ഏറ്റിട്ടുണ്ട്. വരുണനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ചില ഉന്തും തള്ളിലൊക്കെ നമ്മുടെ വിക്രത്തിന് എന്തൊക്കെയൊക്കെയോ പൊട്ടലൊക്കെ പറ്റിയിട്ടുണ്ട്. തലയിലും കൈക്കൊക്കെ ചെറിയ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ വേഗം തന്നെ വിക്രത്തിൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എത്രയും വേഗം ആ അടിപിടി നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ വിക്രത്തിനെ അവിടെ നിന്ന് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കണം. ഇപ്പം തന്നെ പോലീസ് അവിടെ എത്തും. അത് ചിലപ്പോൾ ശ്രീയേട്ടൻ പറഞ്ഞു വിട്ട ഗുണ്ടകളായിരിക്കും ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഈ ശ്രീയേട്ടൻ തന്നെ ചിലപ്പോൾ പോലീസുകാരെയും അങ്ങോട്ട് പറഞ്ഞയക്കും. അപ്പോൾ എത്രയും വേഗം തന്നെ വിക്രത്തിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് നേരെ തന്നെ ചക്രപാണി സാറിൻ്റെ ഓഫീസിൽ എത്തിച്ചാൽ മതി. അവിടെ വന്ന ശേഷം ഞാൻ വിക്രത്തിനെ കോടതിയിൽ ഹാജരാക്കിക്കോളാം. അപ്പോൾ അവിടെ നിന്ന് വേണ്ട നടപടികളെല്ലാം ഞാൻ കോടതിയിൽ കൊണ്ടുപോയി ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ വിക്രത്തിൻ്റെ കൂട്ടുകാരോട് വേദ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഉന്തും തള്ളി നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ വിക്രത്തിനെ ഇവർ ഒരു വിധത്തിൽ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, വേദ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ വേഗം തന്നെ ഇവിടെ നിന്ന് മാറണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എങ്ങനെ മാറാനാണ്, വരുണ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, വരുണ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കല്ലേ, അവൻ്റെ ജീവന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് എൻ്റെ തലയിലായിരിക്കും വന്ന് ചേരുക എന്നൊക്കെ രാജേട്ടാന്നൊക്കെ നമ്മുടെ വിക്രം പറയുക കേട്ടോ. എനിക്കിപ്പോൾ മാറി നിൽക്കാൻ പറ്റില്ല, എനിക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തണം, വരുണിന് എന്തെങ്കിലും സഹായം എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കണം, എനിക്കെങ്ങനെ മാറി നിൽക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുക കേട്ടോ. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും പറയല്ലേ, നമ്മുടെ വേദയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്, അവിടെ ശ്രീനാഥ് എന്തൊക്കെയോ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്, നിന്നെ ഇവിടെ നിന്ന് മാറ്റണം എന്നാണ് വേദ പറഞ്ഞിരിക്കണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വിക്രത്തിന് വേദ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ വിക്രത്തിന് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. തൻ്റെ കാര്യത്തിൽ അവൾക്ക് അത്ര ശ്രദ്ധയും കെയറിങ്ങൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ അവളത് പറഞ്ഞത്. വേദയുടെ വാക്ക് കേൾക്കാതിരിക്കാൻ വിക്രത്തിന് തോന്നുന്നില്ല. അപ്പോൾ വിക്രം വേദ പറഞ്ഞ പോലെ തന്നെ ചക്രപാണി സാറിൻ്റെ ഓഫീസിൽ ഹാജരാകാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.